ഹലോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇന്ന് ദോശയും അതുപോലെ ഇഡ്ഡലിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉഴുന്ന് രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സജീവേട്ടന് നേരത്തെ പോകേണ്ട ദിവസം ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യുക. ഒന്നുകിൽ പുട്ടുണ്ടാക്കും, അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഉഴുന്ന് ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കും. കാരണം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആട്ടോ ഞാൻ സജീവേട്ടന് നേരത്തെ പോകേണ്ട ദിവസം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷമുള്ള ദിവസം കൂടിയാട്ടോ. കാരണം അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞ ദിവസമാണ്. അവർ കഴിഞ്ഞ ആഴ്ചയെ വരാൻ ഇറങ്ങിയതായിരുന്നു, പക്ഷെ അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് കൂടുതലുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കപ്പളങ്ങ ഞാൻ നട്ട് വളർത്തിയതല്ല കേട്ടോ. ഇത് താനെ പിടിച്ചുണ്ടായതാണ്. ഞാൻ 2-3 കപ്പളങ്ങ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുരങ്ങ് ശല്യം ഭയങ്കര ആയതുകൊണ്ട് അത് ഇത്തിരി വലുതാവുമ്പം തന്നെ അത് പൊട്ടിച്ചു കൊണ്ടുപോകും. അങ്ങനെ അതൊക്കെ നശിച്ചു പോയിട്ട്. പിന്നെ അച്ഛനാട്ടോ ആദ്യം വന്നത്. അമ്മ ഷോപ്പിൽ പോകേണ്ടതുകൊണ്ട് അച്ഛൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ വൈകുന്നേരമാട്ടോ എത്തിയത്. അപ്പോൾ അമ്മ വരുമ്പം കുറച്ച് തേങ്ങയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുരങ്ങ് ശല്യം ആയതുകൊണ്ട് നമുക്ക് തേങ്ങയും കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഇളനീരാകുമ്പോഴത്തേനും അത് വന്ന് പൊട്ടിച്ചു കൊണ്ടുപോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മളെ തൈയിൽ നിന്ന് തേങ്ങ കിട്ടാറേ ഇല്ല. അതുപോലെ തന്നെ ഷോപ്പിലും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് പരിപ്പും മുരിങ്ങയില വറവാട്ടോ ഉണ്ടാക്കിയത്. പക്ഷേ വൈകുന്നേരം ഞാൻ വിചാരിച്ചു ഇനി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കി. അച്ഛനും സജീവേട്ടനും നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞുമോൾ ഒന്നിനും സമ്മതിക്കില്ല. അതുകൊണ്ട് അവർ നേരത്തെ ഇരുന്നു. അതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. പിന്നെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അച്ഛൻ വരുമ്പോൾ ഒരു കോവലവള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞ പോലെ നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് കുറച്ച് മുളം കാടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് മുളയൊക്കെ വെട്ടി അച്ഛൻ അവിടെ ഒരു പന്തൽ ചെറുതായിട്ട് പന്തൽ പോലെ ഉണ്ടാക്കിയിട്ട് പന്തൽ കോവലവള്ളി അങ്ങോട്ടേക്ക് പടർത്താൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു കിണറ്റിന് വലയിടാൻ വേണ്ടിയിട്ട് വല വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു എങ്കിൽ അത് നമുക്കിപ്പോൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയ്യോടെ അതും കൂടി അങ്ങ് ചെയ്തു. അതിൻ്റെ ഇടയിൽ കുഞ്ഞുമോൾ ഒരു പൈപ്പും വെള്ളവും കൊണ്ട് ഭയങ്കര കളിയായിരുന്നു. പണ്ടുള്ളവർ പറയും പോലെ അവൾക്ക് കണ്ണുകൊണ്ട് വേലി കെട്ടേണ്ട അവസ്ഥയാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയൊന്ന് കുറച്ച് തെറ്റിക്കഴിഞ്ഞാൽ അവളിങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഇത്തിരി വെള്ളവും ബക്കറ്റും കൊടുത്തു കഴിഞ്ഞാൽ അവൾ കുറേ നേരം അങ്ങനെ ഇരുന്നോളും. പിന്നെ അതിന് ശേഷം ഞാൻ ആ പഴയ വല ഇങ്ങനെ അവിടെ ഗപ്പീൻ്റെ ഒരു ചെറിയൊരു കുളം കുത്തിയിട്ടുണ്ടായിരുന്നു ഗപ്പി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പഴയ വല അതിനിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ചാച്ചനും കുഞ്ഞുമോളും കൂടെ പിന്നെ ഭയങ്കര കളിയായിരുന്നു. No, no. എന്നാ പണിയിച്ചത്? അതിൻ്റെ ഇടയിൽ പോകുന്നൊക്കെ ഉണ്ട്. പോവോനെ വിളിക്കുന്ന പോയാ പോയി പറയുന്നേ. അങ്ങനെ മുടി ചീകലും മുടി കെട്ടി കൊടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ സമയം പോയി. പിന്നെ അമ്മ വരുമ്പം ഒരു പേൻചീർപ്പും കൊണ്ടാട്ടോ വന്നത്. ഇവിടെ ഒരു പേൻചീർപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കുഞ്ഞുമോൾ എവിടെയോ കൊണ്ട് കളഞ്ഞു. അപ്പോൾ അതിന് ശേഷം അമ്മ വരുമ്പോൾ ഒരു പേൻചീർപ്പും കൂടെ കൊണ്ടുവന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് പോകേണ്ട സമയമായി. പിന്നെ ഞാൻ ചായയൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം അവർ പോകാൻ വേണ്ടി ഇറങ്ങി. 2-3 ദിവസം അച്ചാച്ചനും അമ്മമ്മയും വീട്ടിലുള്ളത് കൊണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ വീട് ഉറങ്ങിയ പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുഞ്ഞുമോളെ ഇങ്ങനെ അച്ചാച്ചനെടുത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ അച്ഛൻ പോകാൻ നേരത്തെ അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടി ഷാഠ്യം പിടിച്ചു. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് കൂട്ടിയിട്ടാണ്.
പോവാൻ നേരത്താട്ടോ അവരൊരു കാര്യം ഓർത്തത്. കാരണം അച്ഛന് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ നേരത്തെ വന്നതുകൊണ്ട് അമ്മ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഹെൽമെറ്റാട്ടോ കൊടുത്തത്. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിമ്മീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിമ്മിയോട് യാത്ര പറഞ്ഞ് പിന്നെ കുഞ്ഞുമോൾക്ക് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം അവർ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.